everyone, welcome back to yet another vlog. ഇന്ന് എൻ്റെ ലാസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. നാളെ മുതൽ എനിക്ക് എൻ്റെ ആനുവൽ ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 2 ദിവസം എനിക്ക് നൈറ്റ് ഫ്ലൈറ്റ് ആയത് കാരണം ഭയങ്കരം ടയേർഡാണ്. ഇന്നലെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പ്രോപ്പർലി റെസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് റെസ്റ്റ് ചെയ്യാണ്ടാണ് ഫ്ലൈറ്റിൽ പോയത്. ഫ്ലൈറ്റൊന്നും റെസ്റ്റ് ചെയ്തിട്ടില്ല. സോ ഇപ്പം നല്ലോണം ഉറക്കം വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇനി ഒരു 1 hour ഉള്ളൂ. 1 hour കൊണ്ട് റെഡിയായിട്ട് എയർപോർട്ടിലേക്ക് പോകണം. ഞാൻ ഇപ്രാവശ്യം കണ്ണൂരേക്ക് ഡയറക്റ്റ് പോകുന്നില്ല, വീട്ടിലേക്ക് ഡയറക്റ്റ് പോകുന്നില്ല. ഇപ്രാവശ്യം ഞാൻ ബാംഗ്ലൂരേക്കാണ് പോകുന്നത്. എൻ്റെ സിസ്റ്റർ അവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഐ തോട്ട് സിസ്റ്ററിനെ കണ്ട് മേ ബി നമ്മൾ രണ്ടാളും ഒരുമിച്ച് വീട്ടിലേക്ക് പോകാമെന്നാണ് ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഹവർ എൻ്റെ ടിക്കറ്റ് സ്റ്റാൻഡ് ബൈ ടിക്കറ്റാണ്. അപ്പോൾ ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ, ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ, ഫ്ലൈറ്റ് ഫുള്ളാണ്, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷനിൽ എനിക്ക് ബാംഗ്ലൂർ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഐ ഹാവ് എ പ്ലാൻ ബി എന്താണെന്ന് വെച്ചാൽ രാത്രിത്തെ ഫ്ലൈറ്റിന് കാലിക്കറ്റ് പോവാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എനിക്ക് ഇവിടെ 1 hour ഉള്ളൂ. 1 hour കൊണ്ട് മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്യണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, റെഡി ആവണം. കുറച്ചും കൂടി പാക്കിങ് ബാക്കിയുണ്ട്. അപ്പം ഇനി ഞാൻ റെഡി ആയിട്ട് കാണാം. അങ്ങനെ ഞാൻ കറക്റ്റ് ടൈം റൂമിൽ നിന്ന് ഇറങ്ങി. പക്ഷെ എനിക്കിപ്പോൾ അറിയില്ല എന്താ വെച്ചാൽ, ഞാൻ നോക്കിയപ്പം ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫുള്ളാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. നോട്ട് ഷുവർ കിട്ടുമില്ല എന്നുള്ളത്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ട്രൈ ചെയ്യാം. കാരണം ഐ ഹോപ്പ് കിട്ടണമെന്നുണ്ട്. കാരണം എൻ്റെ സിസ്റ്റർ അവൾ ലീവെല്ലാം എടുത്തിട്ടാണ് ഉള്ളത് ഞാൻ വരുന്നത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റാൻഡ് ബൈ ടിക്കറ്റ് ആയതുകൊണ്ട് അങ്ങനെ വരുന്നത്. ഉള്ളവരങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പിക്കാണ്ട് പറ്റില്ല. പിന്നെ ഇപ്പം കുറച്ച് ബിസി ആയിട്ടുള്ള സീസണും കൂടിയല്ലേ. എനിവേസ് പോയി നോക്കാം. കിട്ടിയാൽ പോകാം, അല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് നോക്കാം. അതും കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരാം. ഞാൻ എയർപോർട്ടിലെത്തിയപ്പം എത്തിഹാദിൻ്റെ സ്റ്റാഫ് എന്നോട് വെബ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വെബ് ചെക്ക് ഇൻ ചെയ്തപ്പോൾ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ തന്നെ എന്നെ സ്റ്റാഫ് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് ഓവർ ബുക്ക്ഡാണ് ബൈ 5 passengers. ഫ്ലൈറ്റ് ഓവർ ബുക്ക്ഡായിരുന്നു, അതുകൊണ്ട് ബാംഗ്ലൂർ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്ലാൻ ബി കാലിക്കറ്റായിരുന്നു. കാലിക്കറ്റ് ഫ്ലൈറ്റ് രാത്രിയാണ്. അപ്പം ഞാനിങ്ങനെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ എനിക്കൊന്ന് ഞാനൊരു 6 hours ആയി ഇപ്പം വെയിറ്റ് ചെയ്യുന്നത്. 6 hours വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. അത്ര വലിയൊരു ടൈമൊന്നുമല്ല 6 hours. പക്ഷേ ദെൻ ഞാൻ ഇന്നലെ കാലിക്കറ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് എത്തിയതേ ഉള്ളൂ. ഞാൻ കാലിക്കറ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് എത്തിയിട്ടൊരു 1 hour കൊണ്ട് റെഡി ആയിട്ടാണ് ഇപ്പം ഈ ഫ്ലൈറ്റ് ഇപ്പം വന്നത് എയർപോർട്ടിൽ. ഞാൻ ഇന്നലെ അപ്പം ഉറങ്ങിയിട്ടില്ല. രാത്രി നൈറ്റ് ഫ്ലൈറ്റ് ആയത് കാരണം ഇപ്പം വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര ടയേർഡാണ്. അല്ലെങ്കിൽ ഓക്കെ ആയിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു ടൈം വരെയൊക്കെ നല്ല എനർജി ഉണ്ടാവും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഇനി കുറച്ചും കൂടി ടൈമുണ്ട്. ഇപ്പോൾ ഇവിടെ 5 ആയിട്ടുള്ളൂ. എൻ്റെ ഫ്ലൈറ്റ് 6 hours. 3 hours കഴിഞ്ഞാൽ കൗണ്ടർ ഓപ്പൺ ആകും. 3-4 hours കഴിഞ്ഞാൽ 3 hours കഴിഞ്ഞാൽ കൗണ്ടർ ഓപ്പൺ ആകും. എന്നിട്ട് പിന്നെ നോക്കാം. എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് ചാർജിനൊക്കെ വെച്ച് തരണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ റൂമിലേക്ക് തിരിച്ചു പോകാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാംഗ്ലൂർ പോകാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ എല്ലാ ഫ്ലൈറ്റ്സും ഓവർ ബുക്ക്ഡാണ്. ഈവൻ നമ്മളെ ഫ്ലൈറ്റിന് ഞാൻ 2 ദിവസമായിട്ട് ഇപ്പം ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ ഫ്ലൈറ്റും ഫുള്ളായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്.
അറിയില്ല, മേ ബി സ്കൂളെല്ലാം റീ ഓപ്പൺ ചെയ്യുന്ന സീസൺ ആയതുകൊണ്ടാവാം അങ്ങനെയാണ് ഉള്ളത്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ദെൻ കുറേ പേര് ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം നെക്സ്റ്റ് ഈവൻ ബാംഗ്ലൂരേക്ക് തന്നെ ഇനി പോകണം എന്നുള്ള ആൾക്കാർക്ക് 9:30 മറ്റേ അടുത്ത ഫ്ലൈറ്റ് ആയിരുന്നു. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് സെയിം. എൻ്റെ ഫ്ലൈറ്റിൻ്റെ ചെക്കിൻ വരുന്നത് 10:30, വിച്ച് ഈസ് ഓൾമോസ്റ്റ് ദ സെയിം. ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും കാലിക്കറ്റ് പോകാം. ഇപ്പോൾ കാലിക്കറ്റിൽ നിന്ന് ഇൻഡിഗോ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോകും. ഇൻഡിഗോ കിട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എയർപോർട്ടിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഒരുപാട് ടൈമായാലും ഇരിക്കുന്നത്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് തൊട്ടിട്ട് കുറേ നടന്നിട്ട് ഇങ്ങനത്തെ ഒരു കോർണർ കിട്ടിയിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കോർണറിൽ എന്തെങ്കിലും ഇരിക്കുന്ന ഭയങ്കര ടയേർഡായി ശരിക്കും. ഈ ഫ്ലൈറ്റിൽ കയറുന്നതിനേക്കാളും മുമ്പ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ടാണ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചൊന്ന് ഉറങ്ങണം എന്ന് വെച്ചിട്ടാണ് ഈ ഒരു സ്പേസിൽ വന്നിട്ടിരുന്നത്. ഐ ഡോണ്ട് നോ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. എഗെയിൻ എൻ്റെ ഫോണിന് ചാർജ് കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ എഗെയിൻ ചാർജിന് വെച്ചിട്ട് വീട്ടിലൊക്കെ വിളിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നു. കാരണം ഒരു 8:20 ആകുമ്പോൾ എൻ്റെ ചെക്കിൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. എയർപോർട്ടിൽ ഇന്ന് ഒരുപാട് ടൈം കിട്ടിയത് കാരണം ഇന്ന് ഡിപ്പാച്ചേഴ്സ് ഫുള്ളായിട്ട് ഞാനങ്ങ് എക്സ്പ്ലോർ ചെയ്തു. ഇപ്പം ഞാൻ എയർപോർട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു എത്ര ടൈമായി? ഞാൻ രാവിലെ 10:30 11 ആകുമ്പോൾ മറ്റും വന്നത്. അപ്പോൾ ഞാൻ എയർപോർട്ടിലിരിക്കണം. പക്ഷെ എനിക്ക് റൂം പോയിട്ട് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. സോ ഞാനിതിൽ ഓക്കെ ആണോ ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്നതുകൊണ്ട് കുറച്ചധികം ടയേർഡാണ്. എൻ്റെ ഫ്ലൈറ്റിൻ്റെ ചെക്കിൻ സ്റ്റാർട്ടായ പാടനെ ഞാൻ വേഗം പോയിട്ട് ബോർഡിംഗ് പാസ് എടുത്തു. കാരണം എനിക്ക് ഡിപ്പാച്ചേഴ്സിൽ ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് ഒന്നും അങ്ങനെ ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ രാവിലെ മുതലേ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ then ഞാൻ നാട്ടിലേക്ക് പോകുന്നത് കാരണം കുറച്ച് ഡേറ്റ്സ് നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കുറച്ച് കഴിച്ചു. അബുദാബീൻ്റെ പുതിയ എയർപോർട്ടിലാണ് ഞാനുള്ളത്, സയ്യിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഈ എയർപോർട്ട് ഓപ്പൺ ആയതിനു ശേഷം എനിക്ക് ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ചെയ്യുമ്പം ഇത്രയധികം ടൈം കിട്ടുന്നത്. അല്ലെങ്കിൽ ഞാനെപ്പം ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഓടലാണ്. ഫസ്റ്റ് ടൈം ഇത്രയും ടൈം കിട്ടിയത് കാരണം ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. അങ്ങനെ നോക്കിയപ്പം ഇവിടെ ലക്ഷറിയസ് ആയിട്ടുള്ള ഹൈ എൻഡ് ബ്രാൻഡ്സ് ഒരുപാടുണ്ട്. അബുദാബി എയർപോർട്ടിൻ്റെ ഡ്യൂട്ടി ഫ്രീ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് ഓഫേഴ്സ് കുറച്ച് കുറവാണ്. പക്ഷെ അതേപോലെ അറൈവൽസിൽ ഒരുപാട് ഓഫേഴ്സ് ഉള്ളതുപോലെയും തോന്നിയിട്ടുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇമിഗ്രേഷൻ ക്രോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. രാവിലെ തൊട്ടേ വെയിറ്റ് ചെയ്യുന്നതാണല്ലോ ഉണ്ടായിരുന്നത്. പിന്നെ ഇമിഗ്രേഷൻ ക്രോസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഫുഡ് ഓപ്ഷൻസ് ഭയങ്കര കുറവായത് കാരണം ഫുഡൊന്നും രാവിലെ തൊട്ടേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇമിഗ്രേഷൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചധികം ഫുഡ് ഓപ്ഷൻസും ഉണ്ട്, അതേപോലെ ഇവിടെ ഫുഡ് കോർട്ടും ഉണ്ട്. അപ്പം ഞാൻ
ഇമിഗ്രേഷൻ ക്രോസ് ചെയ്തിട്ട് കുറച്ച് നടത്തിയതിന് ശേഷം പിന്നെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡൊക്കെ നോക്കി. പക്ഷേ ദെൻ ഭയങ്കര തിരക്കായിരുന്നു അവിടെയും. ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയും കുറച്ച് ഡിലേ ഉണ്ടാവും എന്ന് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും 1 hour കൊണ്ട് എൻ്റെ ഫ്ലൈറ്റാണ്. അപ്പം ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എൻ്റെ ബോർഡിങ് ഗേറ്റിലേക്ക് പ്രൊസീഡ് ചെയ്തു. അതേപോലെ തന്നെ ക്രൂവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ലീവിന് പോകുന്ന സമയത്ത് എല്ലാവർക്കും ആനുവൽ ലീവ് ഒരേ സമയത്താണ് ഉണ്ടാവുക. അപ്പം ഇങ്ങനെ എയർപോർട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ക്രൂവിനെ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പം ടൈം 9:20 അങ്ങനെ എത്രയോ ആയി. കിട്ടിയത് ഗേറ്റ് നമ്പർ 24. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നോർമലി നടന്നിട്ട് പോകുന്നത്. സാധാരണ എപ്പോഴും എനിക്ക് ലാസ്റ്റ് മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാതെ ഓട്ടായിരിക്കും. ഞാൻ രാവിലെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഭയങ്കര ടയർഡാണ്. എനിക്ക് ലാസ്റ്റ് പാസഞ്ചർ വരുന്നത് വരയ്ക്കും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എനിക്ക് ബോർഡിങ് സ്റ്റാർട്ടായ സമയത്ത് ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ നമുക്ക് വീട്ടിലെല്ലാം പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഇല്ലേ, നമ്മൾ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഡേ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകുമ്പം കിട്ടുന്ന ഒരു ഫീലിംഗ്. അങ്ങനെയായിരുന്നു എനിക്ക് ഇപ്രാവശ്യം എയർക്രാഫ്റ്റ് പോകുമ്പം കിട്ടിയത്. ഫ്ലൈറ്റ് ഫുള്ളാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫ്ലൈറ്റും എല്ലാ എയർലൈൻസും കാര്യം കിട്ടും. ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇതായിരുന്നു ഞാൻ പറഞ്ഞ പ്ലാൻ. ബാംഗ്ലൂർ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ വൈകുന്നേരത്തെ ഫ്ലൈറ്റ് എടുത്തിട്ട് വീട്ടിലേക്ക് പോകണമെന്നുള്ളത്. പക്ഷെ അത് ഭയങ്കര ലോങ്ങായി പോയി. ക്രൂ എല്ലാവരും നല്ലതായിരുന്നു. ഇനി എനിക്ക് നല്ലോണം ഉറങ്ങണം, ഫുഡ് കഴിക്കണം. ഇനി വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല രാത്രി പൈസ കഴിച്ചിട്ട് ഫുഡ് കഴിക്കണം, ഉറങ്ങണം. സീറ്റിൽ ഉറങ്ങണം. വർക്കിന് പോകുമ്പോൾ ഉറക്കം പോലെ തന്നെ. അപ്പം നമുക്കവിടെ الحزام بإحكام. ادخل القطعة المعدنية المسطحة في المشبك ثم شد الحزام. لتحويل الحزام ارفع غطاء المشبك. If oxygen masks drop down, pull it towards you. കുറച്ച് ടൈം ഉറങ്ങി എഴുന്നേറ്റു, ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ക്രൂ അവരുടെ കൺട്രിയിൽ നിന്ന് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് ഒരു 3 hours 30 minutes കഴിഞ്ഞപ്പം കാലിക്കറ്റ് എത്തി. പിന്നെ കാലിക്കറ്റ് എയർപോർട്ടിൽ ട്രാവൽ ചെയ്ത് എല്ലാവർക്കും അറിയാം ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ചിങ് പാർട്ട് ഇമിഗ്രേഷൻ ക്രോസ് ചെയ്യല. ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു ഇമിഗ്രേഷനിൽ. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് എനിക്ക് നോക്കണമെന്നുണ്ടായിരുന്നു ബാംഗ്ലൂരേക്ക്. പക്ഷേ ദെൻ ഐ വാസ് റിയലി ടയേർഡ്. ഞാൻ റിസർവേഷൻ കൗണ്ടറിൻ്റെ മുമ്പിൽ വരെ പോയി. പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന്. നല്ല ടയേർഡായിരുന്നു. ഇനിയിപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് അങ്ങനത്തെ പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എനർജി ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു 10
2 ദിവസമായി ഉറങ്ങിയിട്ട്, അതുകൊണ്ട് എൻ്റെ ബ്രെയിൻ ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം മേ ബി ആഫ്റ്റർവേർഡ്സ് ഞാൻ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്യാനുള്ളത് കാലിക്കറ്റ് നിന്ന് കണ്ണൂരിലേക്ക് ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിനോടാണ്. കാലിക്കറ്റ് നിന്ന് കണ്ണൂരേക്കുള്ള ടാക്സി ചാർജ്, അത് കണ്ണൂർ ടൗണിലേക്കുള്ള ടാക്സി ചാർജ് വരുന്നത് ഓൾമോസ്റ്റ് 4500 റുപ്പീസാണ്. പിന്നെ അതിനുശേഷം 1 കിലോമീറ്ററിന് 36 റുപ്പീസ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് മഴ കണ്ടത് കാരണം ഒരുപാട് സന്തോഷമായി. പിന്നെ ഹൈവേൻ്റെ വർക്ക് കുറച്ച് കഴിയുന്നത് കൊണ്ട് ഒരു 2.5 hours കൊണ്ട് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.